ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് 60 പോയിന്റ് ഉയർന്ന് 22,464 ക്ലോസിംഗ് നൽകിയിരുന്നു. എന്നാൽ അമേരിക്കൻ മാർക്കറ്റിൽ ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് കാണാൻ സാധിച്ചത്. S&P 0.05, നാസ്ഡാക്ക് 0.03, ഡോ ജോൺസ് 0.08% ഇടിഞ്ഞു. തുടർച്ചയായ 11 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ 1616 കോടിയുടെ ബൈയിങ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1556 കോടിയുടെ ബൈയിങ് നടത്തി. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നെറ്റ് പോസിറ്റീവ് ബൈയിങ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇന്ന് ശനിയാഴ്ച മാർക്കറ്റ് പ്രവർത്തിക്കുന്നു. ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവരും. ഡാറ്റ പാറ്റേൺസ്, ഉജ്ജീവൻ സ്മാൾ ഫിനാൻസ് ബാങ്ക്, അനുപം രസായൻ, IFGL റിഫ്രാക്ടറീസ്, കൃഷ്ണ ഡയഗ്നോസ്റ്റിക്, ട്രൈഡൻ ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടാണ് ഇന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്ന ചില സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഫാർമ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് സൈഡസ് ലൈഫ് സയൻസ്. സൈഡസ് ലൈഫ് സയൻസിൻ്റെ പ്രോഫിറ്റ് 300% ഉയർന്ന് 297 കോടിയിൽ നിന്നും 1182 കോടിയിലേക്കെത്തി. മാർക്കറ്റ് 1034 കോടിയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. സൈഡസ് ലൈഫ് സയൻസിൻ്റെ റവന്യൂ 10.4% വർദ്ധിച്ച് 5011 കോടിയിൽ നിന്നും 5534 കോടിയിലേക്കെത്തി. 5380 കോടിയുടെ റവന്യൂ പ്രതീക്ഷിച്ചു. ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രോഫിറ്റ് മാർജിൻ 26.2% നിന്നും 29.4% ഉയർന്നതും എബിറ്റ 1314 കോടിയിൽ നിന്നും 1625 കോടിയിലേക്ക് ഉയർന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇൻ ടേംസ് ഓഫ് എബിറ്റ മാർജിനിലും കമ്പനിക്ക് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചു. JSW സ്റ്റീലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഒരൽപ്പം നിരാശാജനകമാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 64% ഇടിഞ്ഞ് 3741 കോടിയിൽ നിന്നും 1322 കോടിയിലേക്ക് ഇടിഞ്ഞു. 1661 കോടിയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. കൂടാതെ റവന്യൂ 1.5% ഇടിഞ്ഞു. 46,962 കോടിയിൽ നിന്നും റവന്യൂ 46,269 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. 44,676 കോടിയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ 22.9% ഇടിഞ്ഞ് 7,939 കോടിയിൽ നിന്നും 6,124 കോടിയിലേക്കെത്തി. എബിറ്റ മാർജിൻ 16.9% നിന്നും 13.2% ഇടിഞ്ഞു. ഇന്ന് നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് RVNL. റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ RVNLൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് പ്രതീക്ഷിക്കാം. RVNLൻ്റെ നെറ്റ് പ്രോഫിറ്റ് 22% വർദ്ധിച്ച് 359 കോടിയിൽ നിന്നും 478 കോടിയിലേക്കെത്തി. റവന്യൂ 17% വർദ്ധിച്ച് 5720 കോടിയിൽ നിന്നും 6714 കോടിയിലേക്കെത്തി. എബിറ്റയിൽ 22% വർധനവുണ്ട്. 374 കോടിയിൽ നിന്നും എബിറ്റ 486 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 6.5% നിന്നും 6.8% ഇംപ്രൂവ് ആവുകയും ചെയ്തു. പ്രൊവിഷൻ എമൗണ്ട് ഗണ്യമായി വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ബന്ധൻ ബാങ്കിൻ്റെ പ്രോഫിറ്റ് ഇടിഞ്ഞു. 808 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 55 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. 890 കോടിയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് ബന്ധൻ ബാങ്കിൽ നിന്നും പ്രതീക്ഷിച്ചത്. 735 കോടിയിൽ നിന്നും പ്രൊവിഷൻ എമൗണ്ട് 1774 കോടിയിലേക്ക് ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബന്ധൻ ബാങ്കിൻ്റെ പ്രോഫിറ്റ് ഇടിഞ്ഞത്. ബന്ധൻ ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 16% വർദ്ധിച്ച് 2472 കോടിയിൽ നിന്നും 2866 കോടിയായി മാറി. ബന്ധൻ ബാങ്കിൻ്റെ ഗ്രോസ് NPA 7.02% നിന്നും 3.84% ഇടിയുകയും നെറ്റ് NPA ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 1.17% നിന്നും 1.11% ഇടിയുകയും ചെയ്തു. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് മികച്ച ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചതിനോടൊപ്പം തന്നെ 4 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് 87% വർദ്ധിച്ച് 260 കോടിയിൽ നിന്നും 487 കോടിയിലേക്കെത്തി. 360 കോടിയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. റവന്യൂ 15% വർദ്ധിച്ച് 2317 കോടിയിൽ നിന്നും 2682 കോടിയിലേക്കെത്തി. 2404 കോടിയുടെ റവന്യൂ മാർക്കറ്റ് പ്രതീക്ഷിച്ചു. എബിറ്റ 42% വർദ്ധിച്ച് 480 കോടിയിൽ നിന്നും 681 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 20.7% നിന്നും 25.4% ഇംപ്രൂവ് ആവുകയും ചെയ്തു. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 87% വർദ്ധിച്ച് 260 കോടിയിൽ നിന്നും 487 കോടിയിലേക്ക് ഇംപ്രൂവ് ആയി. വിനതി ഓർഗാനിക്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 0.6% ഇടിഞ്ഞ് 105 കോടിയിൽ നിന്ന് 104 കോടിയിലേക്കെത്തി. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്ന പ്രോഫിറ്റ് കമ്പനി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 88 കോടിയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 104 കോടിയുടെ പ്രോഫിറ്റാണ് കമ്പനി നൽകിയത്.
റവന്യൂ 6% വർദ്ധിച്ച് 519 കോടിയിൽ നിന്നും 550 കോടിയിലേക്കെത്തി. 488 കോടിയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ 1.8% വർദ്ധിച്ച് 147 കോടിയിൽ നിന്നും 140 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 28.4% നിന്നും 27.2% ചുരുങ്ങുകയും ചെയ്തു. നിരാശാജനകമായ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട മറ്റൊരു സ്റ്റോക്കാണ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ്. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് 562 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 25 കോടിയുടെ ലോസിലേക്കെത്തി. റവന്യൂ 6% ഇടിഞ്ഞ് 4852 കോടിയിൽ നിന്നും 4567 കോടിയിലേക്കെത്തി. എബിറ്റ 23.5% ഇടിഞ്ഞ് 599 കോടിയിൽ നിന്നും 488 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 12.3% നിന്നും 10% എത്തുകയും ചെയ്തു. ബൽറാംപൂർ ചീനി മിൽസിന്റെ റവന്യൂ 4% ഇടിഞ്ഞ് 1492 നിന്നും 1434 കോടിയിലേക്കെത്തി. നെറ്റ് പ്രോഫിറ്റ് 20% ഇടിഞ്ഞ് 284 കോടിയിൽ നിന്നും 203 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 27% നിന്നും 24% എത്തുകയും എബിറ്റ 14% ഇടിഞ്ഞ് 404 കോടിയിൽ നിന്നും 305 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നെറ്റ് പ്രോഫിറ്റ് 19% ഇടിയുകയും റവന്യൂ 0.4% ഇടിയുകയും ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് 380 കോടിയിൽ നിന്നും 307 കോടിയിലേക്ക് ഇടിഞ്ഞു. എബിറ്റ 12.4% ഇടിഞ്ഞ് 465 നിന്നും 407 കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് മാർജിൻ 32% നിന്നും 28.8% ഇടിഞ്ഞു. അസ്ട്രലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും അത്ര അട്രാക്റ്റീവ് അല്ല. അസ്ട്രലിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 12% ഇടിഞ്ഞ് 206 കോടിയിൽ നിന്നും 181 കോടിയിലേക്ക് എത്തുകയും മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്യുകയും ചെയ്തു. 189 കോടിയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. റവന്യൂ 8% ഉയർന്നെങ്കിലും മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു. 1663 കോടിയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 1625 കോടിയുടെ റവന്യൂ ആണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. എബിറ്റ 5.6% ഇടിഞ്ഞ് 309 കോടിയിൽ നിന്നും 292 കോടിയിലേക്കെത്തി. പ്രോഫിറ്റ് മാർജിൻ 20.5% നിന്നും 17.9% ഇടിഞ്ഞു. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന മറ്റ് ചില അപ്ഡേറ്റിലേക്ക് കിടക്കാം. ദാൽമിയ ഭാരത് തമിഴ്നാട്ടിൽ 1 മെട്രിക് ടൺ പെർ ആനം പ്രൊഡക്ഷൻ ശേഷിയുള്ള ഒരു കൊമേഴ്സ്യൽ പ്ലാന്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇതുവഴി കമ്പനിയുടെ ടോട്ടൽ സിമൻറ്റ് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി 45.6 മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിലേക്ക് ഉയർന്നു. റോയൽറ്റി ഫീസ് ഉയർത്താനുള്ള നെസ്ലയുടെ തീരുമാനത്തിന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ ലഭിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ നെസ്ലെ എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡെലിവറി എന്ന കമ്പനിയുടെ UK ബേസ്ഡ് ആമായ ഡെലിവറി കോർപ്പിൻ്റെ ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകി. ഈ 3 സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്